അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, വേദിയിലിരിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കൾ, നാട്ടുകാർ, അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടുകയും പറയുകയും ചെയ്യുന്ന വേദിയിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്നും സ്വതക്കേ സംബന്ധമായ ചെറിയൊരു ചരിത്രം ഞാൻ ഇവിടെ വിശദീകരിക്കുകയാണ്. താജ്ദാരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു അറാബി കയറി വരികയാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, നബിയേ, വിശപ്പാണ് നബിയേ, 4 ദിവസമായി വല്ലതും കഴിച്ചിട്ട് നബിയേ, പച്ചവെള്ളവും കാരക്കയും അല്ലാതെ 4 ദിവസം ഞാനൊന്നും കഴിച്ചിട്ടില്ല നബിയേ, എനിക്ക് വിശപ്പ് മാറുന്നില്ല നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അദ്ദേഹം പറയുകയാണ്. അവിടെ നിന്നും പറയുകയാണ്, എന്റെ മകളായ ഫാത്തിമ ബീബി അൻഹയുടെ വീട്ടിലേക്ക് പോവോ, അവിടെ ചോദിച്ചാൽ മതി. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന പ്രകാരം ഫാത്തിമ ബീബി അൻഹയുടെ വീട്ടിലേക്ക് പോവുകയാണ്. വീടിന്റെ മുറ്റത്തെത്തി ഫാത്തിമ എന്ന് വിളിക്കുകയാണ്. ഫാത്തിമ ബീവി അൻഹ വീടിന്റെ പുറത്തേക്ക് വന്നിട്ട് അറാബിയായ മനുഷ്യൻ ഫാത്തിമ ബീവി അൻഹയോട് പറഞ്ഞു, പട്ടിണിയാണ് ഫാത്തിമ, 4-5 ദിവസമായി വല്ലതും കഴിച്ചിട്ട് ഫാത്തിമ, ഇട്ട ഡ്രസ്സല്ലാതെ എന്റെ കയ്യിലൊന്നുമില്ല, എന്റെ മേത്ത് പുതക്കാൻ ഒരു പുതപ്പ് പോലുമില്ല ഫാത്തിമ, എനിക്ക് വല്ലതും തരുമ ഫാത്തിമ എന്ന് ആ മനുഷ്യൻ ഫാത്തിമ ബീബി അൻഹയോട് പറയുകയാണ്. ഫാത്തിമ ബീബി അൻഹ അത് കേട്ടതും വീടിന്റെ അകത്തേക്ക് പോയി വല്ലതും തപ്പി നോക്കുകയാണ്. ഒന്നും കിട്ടുന്നില്ല. ഹസൈനും ഹുസൈനും കിടന്നിരുന്ന ഒരു പുതപ്പ് ആ മനുഷ്യന് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അവിടെ നിന്നും പറയുകയാണ്, എനിക്ക് പുതപ്പല്ല വേണ്ടത് ഫാത്തിമ, എന്റെ വിശപ്പ് മാറ്റാൻ വല്ല ഭക്ഷണവും തരുമ ഫാത്തിമ എന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത്. ഫാത്തിമ ബീബി അൻഹ വീണ്ടും വീടിന്റെ അകത്തേക്ക് പോയിട്ട് വീണ്ടും നോക്കുകയാണ്. ഫാത്തിമ ബീബി അൻഹ വസ്ത്രം മടക്കി വെച്ച ആ സ്ഥലത്തിൽ നിന്നും ഒരു പെട്ടി എടുക്കുകയാണ്. പെട്ടി എടുക്കുമ്പോഴേ ഫാത്തിമ ബീബി അൻഹയുടെ നെഞ്ഞു പിടക്കുന്നുണ്ടായിരുന്നു. ഫാത്തിമ ബീബി അൻഹ കരയുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും ഒരു മാല എടുത്തു കൊണ്ട് ആ മനുഷ്യന് കൊണ്ടുപോയി കൊടുക്കുകയാണ്. നല്ലവണ്ണം കരയുന്നുണ്ട് ഫാത്തിമ. അങ്ങനെ ഫാത്തിമ ബീബി അൻഹ മനുഷ്യനോട് പറയുകയാണ്, എന്റെ കയ്യിൽ നിനക്ക് തരാൻ ഭക്ഷണമൊന്നുമില്ല, ഈ സ്വർണ്ണ മുത്തുമാല കൊണ്ടുപോയിക്കോളൂ, അത് വിറ്റുന്ന കാശ് കൊണ്ട് നീ എന്താ മേടിച്ചോളൂ എന്ന് ഫാത്തിമ ബീബി അൻഹ മനുഷ്യനോട് പറയുകയാണ്. അങ്ങനെ ആ മനുഷ്യൻ ഇലാ ഹളറത്തി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്തേക്ക് എത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ മനുഷ്യൻ പറയുകയാണ്, നിങ്ങളുടെ മകള് സ്വർഗത്തിലെ റാണിയാണ് നബിയേ, നിങ്ങളുടെ മകള് സ്വർഗത്തിലെ രാജാതിയാണ് നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ മനുഷ്യൻ പറയുകയാണ്. പക്ഷേ ഒരു കുഴപ്പമുണ്ട് നബിയെ, നിങ്ങളുടെ മകള് ആ മാല തന്നപ്പോ നല്ലവണ്ണം കരയുന്നുണ്ടായിരുന്നോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മാല കാണട്ടെ എന്ന് പറഞ്ഞ് ആ മനുഷ്യനോട് പറയുകയാണ്. ആ മനുഷ്യൻ കീശയിൽ നിന്നും ആ മാല ഇങ്ങനെ എടുത്തപ്പോൾ സുബ്ഹാന ജല്ല ജലാലായ തമ്പുരാനെ, ലോകത്തിന്റെ നേതാവിന്റെ കണ്ണ് നിറയുകയാണ്. കണ്ണിലൂടെ കണ്ണീരിങ്ങനെ ഒഴുകുകയാണ്. താടിരോമങ്ങളിലൂടെ കണ്ണീരിങ്ങനെ ഒഴുകുമ്പോൾ സഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ, എന്തു പറ്റി നബിയേ? അങ്ങനെ സഹാബത്തിനോട് പറയുകയാണ്, സഹാബ, അതെന്റെ ഖദീജയുടെ മാലയാണ് സഹാബ, അതെന്റെ ഖദീജ അൻഹയുടെ മാലയാണ്. എന്റെ ഖദീജ അൻഹ ഫാത്തിമ ബീബി അൻഹക്ക് ഖദീജ അൻഹ
സക്കറാത്തിന്റെ സമയത്ത് നിന്നപ്പോ കൊടുത്ത മാലയാണ്. ഫാത്തിമ ബീബി അൻഹയെ ഖദീജ വിളിക്കുകയാണ്, ഫാത്തിമ ഞാൻ സമ്പന്നിയാണ് ഫാത്തിമ, അല്ലാഹുവിന്റെ ദീനിനായി കുറെ ചെലവഴിച്ചു ഫാത്തിമ, അവസാനം എന്റെ കയ്യിൽ ഈ മുത്തുമാലയാണുള്ളത് ഫാത്തിമ. അത് പറഞ്ഞുകൊണ്ട് ആ ഫാത്തിമ ബീവി അൻഹയ്ക്ക് കൊടുക്കുകയാണ്. ഇന്ന് അഥവാ ഓർമ്മ വന്നാൽ ഇതെടുത്ത് ചുംബിച്ചാൽ മതി, ഇതെടുത്ത് മാറോട് ചേർത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത മാലയാണ് ഫാത്തിമ ബീവി അൻഹയ്ക്ക്. ആ മാലയാണ് അറാബിയായ മനുഷ്യന് ഫാത്തിമ ബീവിയുടെ മനസ്സ് പ്രകാരം കൊടുത്തത്. ചരിത്രങ്ങളിൽ പറയുന്നു, ഒരിക്കൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അലിയാര് തങ്ങളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഹുസൈനും കിടന്ന് കരയുന്നുണ്ട്. വിശപ്പ് പ്രകാരമാണ് കരയുന്നത്. അവർക്ക് നല്ല വിശപ്പുണ്ട്, നല്ല ദാഹമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ ബീവി അൻഹയോട് പറയുകയാണ്, അവരുടെ വിശപ്പ് മാറ്റാൻ വല്ല ഭക്ഷണവും കൊടുത്തുകൂടെ, അവരുടെ വിശപ്പ് മാറ്റാൻ വല്ല പാനീയവും കൊടുത്തുകൂടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ ബീബി അൻഹയോട് പറയുകയാണ്. 2 വട്ടവും പറഞ്ഞു. 3-ാം വട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദേഷ്യം വന്നപ്പോൾ ഫാത്തിമ ബീബി അൻഹയോട് പറയുകയാണ്, നീ എന്തൊരു ദുഷ്ടിയാണ് ഫാത്തിമ, നിന്റെ മക്കളല്ലേ വിശന്ന് കരയുന്നത്, നിനക്ക് വല്ല പാനീയവും കൊടുത്തുകൂടെ? അങ്ങനെ ഫാത്തിമ ബീബി അൻഹ പറയുകയാണ്, ഞാൻ ആരുടെ നിന്നും പാല് കൊടുത്തു, പാല് വന്നതിന് ശേഷം ചോരയാണ് അവിടെ നിന്നും വന്നത്, രക്തമാണ് അവിടെ നിന്നും വന്നത് എന്ന് ഫാത്തിമ ബീബി അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്. എന്തുകൊണ്ട് രക്തം വന്നു? അവിടെയും വിശപ്പാണ്, അവിടെയും പട്ടിണിയാണ്, അവിടെ ഒന്നും കഴിക്കാനില്ല. ഈ ഹുസൈനും കിടന്ന് കരഞ്ഞപ്പോഴും വിശപ്പിന് വേണ്ടി കരഞ്ഞപ്പോഴും ആ പെട്ടിയില മാലയുണ്ട്, അതവിടെ എടുത്ത് വിൽക്കുന്നില്ല, പൈസയാക്കുന്നില്ല, ഭക്ഷണ വസ്തുക്കൾ മേടിക്കുന്നില്ല. ഒരു അറാബിയായ മനുഷ്യൻ വീടിന്റെ മുറ്റത്തിൽ നിന്നും വന്ന് ചോദിച്ചു, എനിക്ക് വല്ലതും തരുമോ ഫാത്തിമ എന്ന് ചോദിച്ചപ്പാത്തിന് അവരുടെ അവരുടെ ഉമ്മയായ ഖദീജ ബീബി അൻഹ കൊടുത്ത മാല ആയ അറാബിയായ മനുഷ്യന് സ്വതക്ക ചെയ്യുകയാണ്. ഇത്രയും അറിഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. ഇങ്ങനെ